അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലെ ലാസ്റ്റ് എവിക്ഷനും കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ലാലേട്ടനാണെങ്കിൽ പറഞ്ഞു ഇനി 2 പേരാണ് ഫിനാലയിൽ ബാക്കിയുള്ളത്. അപ്പം ഇപ്പം സ്റ്റേജിലാണെങ്കിൽ ഒരു അടിപൊളി പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. അതാണെങ്കിൽ ജാഫർ സാദിഖിൻ്റെ ഒരു അടിപൊളി ഡാൻസ്. ജാഫർ സാദിഖും ഗ്രൂപ്പും സിനിമ ആക്ടറാണ്, ഡാൻസറാണ്, കോറിയോഗ്രാഫറാണ്. അങ്ങനെ പ്രശസ്തനായ ജാഫർ സാദിഖിൻ്റെ അടിപൊളി ഡാൻസ് ആണെങ്കിൽ ബിഗ് ബോസ് ഫിനാലയിൽ അടിച്ച് പൊളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടക്കാൻ പോവുകയാണ്. അതപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജാഫർ സാദിഖാണെങ്കിൽ സ്റ്റേജിൽ സൂപ്പർ പ്രകടനമായിരുന്നു. കൂടെ ഒരു ഗ്രൂപ്പ് അവരുടെ ടീം അംഗങ്ങളും ഉണ്ട്, നിറയെ ഡാൻസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവരെ ആ ഡാൻസിൽ. അതാണെങ്കിൽ അതിന് കുറേ പാട്ടുകളുടെയൊക്കെ ആദ്യത്തെ 4 വരി ചേർന്ന് അങ്ങനെ ഉള്ളൊരു അടിച്ച് പൊളിച്ചൊരു പ്രോഗ്രാമായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ പടം ഉണ്ടായിരുന്നില്ല, അതിനകത്തൊരു കുറച്ച് പ്രായമുള്ള ഒരു അമ്മ പാടുന്നില്ലേ, സുന്ദരമേളത് ആകെ കുത്തിരുന്ന്, ആ പാട്ടും ഇതിൻ്റെ കൂടെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ ആണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞത് കുടുംബങ്ങളിലുള്ളവരൊക്കെ ഈ ബിഗ് ബോസിൻ്റെ ഫാനായതിനെ കുറിച്ച് ഉള്ള ഒരു ഇതായിരുന്നു. അതൊരു ചെറിയ 2-3 കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കാണിച്ചപ്പോൾ അത് ഏതോ വെളിനാട്ടിലെ ഏതോ യൂറോപ്യൻ കൺട്രീസിൻ്റെ കുറച്ച് ഇതേമാതിരി അവിടുത്തെ ലൊക്കേഷൻ, അവിടുത്തെ ആ സ്ഥലം ഇങ്ങനെ കാണിച്ചിട്ട് അവിടെ ആ റോഡിൽ നിന്നുകൊണ്ട് തന്നെ മൊബൈൽ മാത്രം നമ്മളെ കാണുന്നുള്ളൂ. പിന്നെ ആ സ്ഥലത്തിൻ്റെ ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ബിഗ് ബോസ് അവിടെ നിന്നുകൊണ്ട് കാണുന്നവർ അപ്പോൾ അത്രയ്ക്ക് ഫാനാണെന്നുള്ള ഒരിത്. അതിനുശേഷം പിന്നെ ആണെങ്കിൽ ഒരു വീട്ടിലെ അമ്മയും മോളാണോ മരുമോളാണോ ബിഗ് ബോസ് രാത്രി ഇന്ന് കാണുന്നു. അപ്പോൾ ഭർത്താവ്, അതായത് ആ പെണ്ണിൻ്റെ ഭർത്താവാണെന്ന് തോന്നുന്നു, അതോ മോനാണോ, ആരാന്ന് നമ്മൾക്കത് നമ്മളിങ്ങനെ കാണിക്കാൻ മാത്രമാണ്. നമ്മളത് വന്നിട്ട് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് അതിനെ ഭാവനയിൽ കാണണമെന്ന് തോന്നുന്നു. കയറി വരുന്നു ഇവർ, ഈ അമ്മയും ഈ കുട്ടിയെന്ന് പറയുന്നത് വലിയൊരു 10-25 വയസ്സായ ഒരു മോളും ഒരു 10-60 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അവർ പക്ഷേ ഗൗനിക്കുന്നേ ഇല്ല. ഈ മോൻ കയറി വരുന്നത്, ചെന്ന് വല്ല ആഹാരം എടുത്ത് കഴിക്കുന്നതും, അവിടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, അതിനെയും ഗവനിക്കുന്നില്ല, ബിഗ് ബോസിൻ്റെ മുമ്പിലിരിക്കുക. പിന്നെ അതൊരു 5-6-ാമത്തെ ദിവസം അതങ്ങനെ ഒരു 10-20 ദിവസം ആയപ്പോഴത്തേക്കിന് ഈ വന്ന ഈ പയ്യനെ, അതായത് മോനാണോ മരുമോനാണോ അറിയത്തില്ല, ഒരു 40 വയസ്സൊക്കെ ഉള്ള ഒരാളാണ്. ആ പുള്ളി വന്നിട്ട് വാതിലിൻ്റെ ഈ റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ വന്നിരുന്ന് ബിഗ് ബോസ് ഇങ്ങനെ ചരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയും ഈ പെണ്ണും അവിടെ നിന്ന് കാണുന്നതിന് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. 100-ാമത്തെ ദിവസം അടുത്തപ്പോഴത്തേക്കിന് ഈ ഒരു സദസ്സ് മാതിരി അവരെല്ലാം കൂട്ടായിട്ട് ഈ മോനും കൂടെ കസേരയിട്ട് വന്നിരുന്ന് അതിൻ്റെ ചുറ്റിനും ബാക്കിയുള്ളവർ ഈ മോളും അമ്മയും എല്ലാം വന്നിരുന്നു, കുഞ്ഞുമായിട്ടെല്ലാം വന്നിരുന്ന് ബിഗ് ബോസ് കണ്ട് ആസ്വദിക്കുന്ന, ചിരിക്കുന്നതും സന്തോഷിക്കുന്നതെല്ലാം ആ ഒരിത് കാണുന്നത്. അപ്പം ബിഗ് ബോസ് അത്രത്തോളം കുടുംബ സദസ്സുകളിൽ എത്തി എന്നുള്ള ഒരു ഇതാണ് അത് കാണിക്കുന്നത് അതിനെക്കുറിച്ച്. പിന്നെ ആണെങ്കിൽ വേറെ നമ്മുടെ ജാനുമണിയുടെ ഒരു ഇതുണ്ടല്ലോ, നിറയെ പേര് അതിങ്ങനെ അനുകരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ അത് അനുകരിക്കുന്നുണ്ടല്ലോ. ജാനുമണിയാണെങ്കിൽ പറഞ്ഞല്ലോ, എനിക്ക് പറ്റില്ല, ഇവിടെ എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം, എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഉള്ള ജീവിതം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അങ്ങനത്തെ ഒരു കോമഡി ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും ഏറ്റെടുത്ത് അതിൻ്റെ ഒരു അനുകരണം അതിങ്ങനെ കാണിക്കായിരുന്നു. കോമഡി മാതിരി കാണിക്കല്ല. അപ്പോൾ ഒരു കൊച്ചു കുട്ടി അമ്മയുടെ അടുക്കെ നിന്ന് പറയാണ്, എനിക്ക് പറ്റില്ല, ഇവിടെ എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം, എനിക്ക് പറ്റില്ല, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് കഴിയാൻ പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു അതും കൂടെ ബിഗ് ബോസ് അങ്ങനെ പല വിധത്തിൽ ആൾക്കാരുടെ മനസ്സുകളിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് അതവിടെ കാണിക്കുന്നത്. ഫൈനൽ ഡേയിൽ അതങ്ങനെ കാണിക്കുകയാണ്. പിന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ കാണുന്നത് ഈ ബിഗ് ബോസ് ഫിനാലെ തുടങ്ങിയ സമയം തൊട്ടേ ഈ ലൈവായിട്ട് പടം വരച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു അവിടെ. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലൈവായിട്ട് പടം വരയ്ക്കുമെന്ന്. ആർട്ടിസ്റ്റ് മദൻ എന്നാണ് പറയുന്നത്, കോഴിക്കോട് സ്വദേശിയാണ്. മാതൃഭൂമിയിൽ നേരത്തെ എങ്ങാണ്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്ന് പറയുന്നു. ഭയങ്കര പ്രശസ്തനായ ഒരു പടം
വരയ്ക്കുന്ന ഒരാളാണ്. ലൈവായിട്ട് പടം വരയ്ക്കും. ആദ്യം തൊട്ടേ ആരംഭ സമയം തൊട്ടേ ഫിനാലെ തുടങ്ങിയ സമയം തൊട്ടേ പടം വരച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പം ഫിനാലെ വന്ന് ലാസ്റ്റ് എവിക്ഷനും കഴിഞ്ഞിട്ട് ഫൈനലിലേക്ക് എത്തി. അപ്പോൾ പിന്നെ ഈ പടം വരച്ച ഇതെല്ലാം ഇങ്ങനെ പുള്ളിയെ ആദരിക്കുകയും, അതായത് ആ പടം ലൈവായിട്ട് പടം വരച്ച ആർട്ടിസ്റ്റിനെ ആദരിക്കുകയും അപ്പോൾ ആ പടങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളെ. ഒന്നാണെങ്കിൽ ലാലേട്ടൻ നടുക്കു നിൽക്കുന്നത്, ആ സ്റ്റേജിൽ നിൽക്കുന്നതും ചുറ്റിനും വന്നിട്ട് ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്നതും അങ്ങനെയുണ്ടായിരുന്നു. വേറൊരു പടമാണെങ്കിൽ ഈ ഓഡിയൻസ് മാത്രം ഇരിക്കുന്നതുണ്ടായിരുന്നു. പിന്നെ ഓഡിയൻസും പിന്നെ കണ്ടസ്റ്റൻസൊക്കെ അവിടെ ഓരോ സ്ഥലത്ത് അവർക്കൊന്നൊരു പ്ലേസ് ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് അവിടുത്തെ മാത്രം കാര്യങ്ങൾ അങ്ങനെ ഒരു 2-3 പടം വരച്ചിരുന്നു വലിയ സ്ക്രീനിൽ. അത് പിന്നെ വന്നിട്ട് അതിങ്ങനെ പരിചയപ്പെടുത്തി പുള്ളിയോട് പിന്നെ ചോദിച്ചു വന്നിട്ട് എന്ത് തോന്നുന്നു എങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വല്ല ഒരു പ്രത്യേകമായ ഒരു ഫീലിംഗ് ആണ്, എല്ലാവരും വളരെ എനർജറ്റിക്കായിട്ടൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ജനറേഷനൊക്കെ ഇത്രയും ഈ മൊബൈലൊന്നും കയ്യിൽ ഈ കണ്ടസ്റ്റൻസൊക്കെ പങ്കെടുത്തവരെ ഒക്കെ ഇത്രയും നാളും കഴിഞ്ഞു കൂടിയതിൻ്റെ കാര്യമായിരിക്കും വലിയ അതിശയത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഒരു ലൈവായിട്ട് ഇങ്ങനെ ഒരു കാര്യം, ഇതൊരു വലിയ കാര്യമല്ലേ, ലൈവായിട്ട് പടം വരച്ച് അത്രത്തോളം അത് വെളിയിലും ഒക്കെ വലിയ പ്രശസ്തനായ ഒരാളാണല്ലോ. അപ്പം അദ്ദേഹം ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ തന്നെ വലിയ കാര്യമായിട്ട് ലാലേട്ടൻ അങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ പുള്ളി പറഞ്ഞു യാത്രയൊക്കെയാണ് ഇഷ്ടം, അങ്ങനെ ഒരുപാട് യാത്രയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ആ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഈ പടം വരയ്ക്കുന്നതിൻ്റെ ആ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ യാത്രയാക്കി, നന്ദിയൊക്കെ പറഞ്ഞു യാത്രയാക്കി. അതിനുശേഷം പിന്നെ നമ്മുടെ അടുത്ത ഫിനാലയുടെ അടുത്ത കാര്യങ്ങളിലേക്ക് ലാലേട്ടൻ കടക്കുന്നു. ഇങ്ങനെ പിന്നെ അടുത്തായിട്ട് ലാലേട്ടനാണെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇത്രയും പ്രശ്നങ്ങളും എന്തെല്ലാം തരത്തിലേ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, വഴക്കുകൾ, ഭയങ്കര പൊണ്ട് പിടിച്ച വഴക്കുകളെല്ലാം കഴിഞ്ഞ ഒരു യുദ്ധക്കളം പോലെ ആയ ഒരു വീടാണല്ലോ. അപ്പം അതിനകത്ത് ഇനി ബാക്കിയുള്ളത് ലാസ്റ്റിൽ 2 പേരെ ഞാനെന്നാൽ പോയി അവരെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് ലാലേട്ടനെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിൻ്റെ ആ ലിവിങ് ഏരിയയാണ് കാണുന്നത്. അവിടെ ആണെങ്കിൽ കുറേ കുട്ടികളും അല്ല ഒരു ടീനേജ് പരുവത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ഒന്നിച്ച് ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇട്ട് അങ്ങനെ കയറി പോകുന്നു. കുറേ പേരുണ്ട് കൂട്ടത്തോടെ. നമ്മൾ ഈ മാരത്തോൺ ഓട്ടത്തിന് പോകത്തില്ല, അതേമാതിരിയുള്ള ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ മെയിൻ എൻട്രൻസ്, ബിഗ് ബോസിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാലേ അത് തുറക്കണേ ഒന്ന് എവിക്റ്റ് ആകണം, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ റെയറായിട്ട് തുറക്കുന്ന ഒരു എൻട്രൻസ്. അപ്പോൾ അതിങ്ങനെ തുറന്നു ഇവരെല്ലാവരും കൂട്ടത്തോടെ കയറിപ്പോയി. ആ ലിവിങ് ഏരിയയിൽ ഒരു പാട്ടിൻ്റെ ഒരു ട്യൂൺ മാത്രമാണ്. അപ്പോൾ അതിട്ടിട്ട് ഇവരതിന് ഒപ്പത്തി സ്റ്റെപ്പുകളൊക്കെ വെച്ച് വേറൊരു ട്യൂൺ അതിൻ്റെ ഇടയ്ക്ക് വന്ന് അതിലാണെങ്കിൽ ആ ഡോറ് തുറന്ന് ലാലേട്ടൻ ഇങ്ങനെ കയറി വരുന്നത്. അപ്പോഴത്തേക്കിന് ഈ ജിൻഡോയും അർജുനും മാത്രമല്ലേ അവിടെ ഉള്ളൂ. ഇവരിൽ ഒരാൾ ഫസ്റ്റ് ഒരാൾ സെക്കൻഡ് വന്ന് 2 പേർക്കറിയാം. എനിക്ക് തോന്നുന്നു ഒരു 70% ജിൻഡോയ്ക്ക് വന്നിട്ട് ഉണ്ടെന്ന് തോന്നുന്നു മനസ്സിൽ. പിന്നെ വന്ന് ഫസ്റ്റ് ജിൻഡോ തന്നെയാണ്. പിന്നെ എവിടെയോ എന്തായാലും ഒരു മനസ്സിലൊരു അങ്കലാമ്പ് കാണാതിരിക്കത്തില്ലല്ലോ. ഇനിയും അബദ്ധവശാൽ ഇനി അടുത്ത ആളിന് വല്ല ആണെങ്കിലോ എന്നൊരു അങ്ങനെ ഒരു പേടി. എന്തായാലും ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചില്ലല്ലോ പ്രൈസൊന്നും. അതുകൊണ്ട് അങ്ങനത്തെ ഒരിത് ഇങ്ങനെ വരും. എന്നാലും ജിൻഡോയ്ക്ക് കോൺഫിഡൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു കുറേയൊക്കെ. അപ്പം അങ്ങനെ അവർ 2 പേരും കൂടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ലാലേട്ടൻ ഇങ്ങനെ വരുന്നു. വന്ന് അവരടുത്ത് വന്നിട്ട് എന്ത് പറയുന്നു, ഇത്രയും നാളെ ഇവിടെ നിങ്ങൾ 2 പേരും ഭയങ്കരമായിട്ട് ബിഗ് ബോസിൽ വരണമെന്നൊക്കെ ഭയങ്കര നിർബന്ധം പിടിച്ചവരൊക്കെയാണല്ലോ, എന്ത് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ 2 പേരെയും ലാലേട്ടനെ ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുത്തു, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. അതിനുശേഷം പിന്നെ ജിൻഡോ എന്താ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ജിൻഡോ. അപ്പം അപ്പോഴാണ് ജിൻഡോ പറയുന്നത്, എന്നിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും വരുമെന്ന് വിചാരിച്ചില്ല, അതിന് ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വളരെ ഉള്ളിൽ ഒത്തിരി സങ്കടവും ഉണ്ട്. അപ്പം നമ്മൾക്ക് എന്തായാലും ഇത്രയും നാൾ നിന്ന വീടല്ലേ, ഇനിയിപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ അന്നൊക്കെ ആണെങ്കിൽ വൃത്തിയില്ലാതൊക്കെ ഇവർ ഇടയ്ക്കൊക്കെ ഇടുമായിരുന്നു വീടൊക്കെ. ഇപ്പോൾ ആണെങ്കിൽ നല്ല ക്ലീനൊക്കെ ആക്കി എല്ലാവരും ഇറങ്ങി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ക്ലീനാക്കിയൊക്കെ ആൾക്കാരെ വെച്ചൊക്കെ എന്തോന്നുമൊക്കെ വെച്ചേക്കുക. ആദ്യം വന്ന മാതിരി വീടാക്കി വെച്ചേക്കുക. ഇപ്പോൾ ഇവർ 2 പേരും മാത്രമേ അവിടെ ഉള്ളൂ, സാധനങ്ങൾ യാതൊന്നുമില്ല.
അപ്പോൾ വീടെല്ലാം നീറ്റ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്ന് കയറിയത് ഞാനായിരുന്നു. അതായത് ഇവരൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാം വന്നൊന്ന് നോക്കാനൊക്കെ. ഇപ്പോഴും ലാസ്റ്റിലും വന്നു നമുക്ക് വീടെല്ലായിടും ഒന്ന് ചുറ്റി കാണാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടി പോന്നു വീടെല്ലാം ഒന്ന് കാണാൻ. അങ്ങനെ ലാലേട്ടനാണെങ്കിൽ രണ്ടുപേരെയും ജിൻഡോയെയും അർജുനെയും നമുക്ക് ഈ വീട്ടിനകം മൊത്തം ചുറ്റി കാണാമെന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവർ രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട്, ജിൻഡോയോടും ചോദിക്കുന്നുണ്ട്, അർജുനോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീട്ടിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും രണ്ട് സ്ഥലം വെച്ച് പറയുന്നുണ്ട്, ഇന്നട വന്ന്. അപ്പോൾ അവിടെ പോയിട്ട് രണ്ടുപേരും പോയിട്ട് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലത്തിൻ്റെ അവിടെ നിന്നിട്ട് അവിടെ പോയി നിൽക്കാൻ പറയുന്നു. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുന്നു ലാലേട്ടനെ. എന്നിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ ചുമ്മാ കാണിക്കല്ല, ഇങ്ങനെ രണ്ടുപേരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുമല്ലോ. അപ്പം അങ്ങനെ കാണിക്കുന്നു. എനിക്ക് തോന്നുന്നത് വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ലാലേട്ടന്, ക്യാമറ ഇല്ല, ചുമ്മാതെ എടുക്കാന്നുള്ള രീതി കൈ വരുള്ളൂ. പക്ഷേ അത് വന്നിട്ട് ബിഗ് ബോസ് ഇവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് വീട്ടിനകത്തെ സ്ഥലത്ത് പോയി നിന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർ ലിവിങ് ഏരിയയിൽ ഒരു സോഫ, ഇങ്ങനെ വലിയ സോഫ ഉണ്ടല്ലോ, ഇവർക്ക് എല്ലാവർക്കും മൊത്തം 25 പേരായിരുന്നല്ലോ, 25 പേർക്കും ഇരിക്കാൻ പറ്റുന്ന വിധത്തിൽ സോഫ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇവർ 3 പേര് ഇരിക്കുന്നു. ലാലേട്ടൻ നടുക്കും, അർജുനും ജിൻഡോയും 2 സൈഡിലുമായിട്ട് ഇരുന്നിട്ട് പിന്നാണെങ്കിൽ പറയുന്നു നിങ്ങളുടെ രണ്ടുപേരെയും ഇതുവരെ അപ്പം ഓരോരുത്തരും എവിക്റ്റ് ആകുമ്പോഴത്തേക്കിന് അവർ വന്ന സമയം തൊട്ട് ലാസ്റ്റ് വരെയുള്ള അവരുടെ പ്രധാനപ്പെട്ട, അതായത് വലിയ പ്രശ്നമായാലും ശരി, നല്ല സന്തോഷമായാലും ശരി, ഏതൊരു വികാരവും അവരവിടെ കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ. സ്ക്രീനിൽ കാണിച്ചിട്ടാണ് ഇവരെ വിടത്തുള്ളൂ, എവിക്റ്റ് ചെയ്യത്തുള്ളൂ. ഇവരും രണ്ടുപേരും ഇനി ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരെ ഇപ്പം തന്നെ ഇത് നിങ്ങൾ കാണിക്കാൻ പറഞ്ഞാൽ ആദ്യം ജിൻഡോയുടെ വന്നപ്പം തൊട്ടുള്ള അങ്കമാലിക്കാരനാണ് ജിൻഡോയെന്ന് വന്ന എൻട്രിയിൽ തന്നെ ലാലേട്ടൻ പറയുന്നു. ഞാനതൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഓരോ സംഭവങ്ങൾ ജിൻഡോയുടെ വന്നപ്പം തൊട്ടുള്ള ലാസ്റ്റ് വരെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നമ്മളാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത്രയും പേരെടുക്കല്ലേ, 25 പേരിൽ ഇത്രത്തോളം ലാസ്റ്റ് വരെ നിന്നെങ്കിലേ അത് എത്ര വന്നിട്ട് അത് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഒരു വീട്ടിനകത്ത് ഒരുപാട് പേര് ചേർന്നും കൂടെ ഞാൻ അത് മനസ്സിലാക്കിയത് ഈ ബിഗ് ബോസ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ട ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ ഈ ജിൻഡോയുടെ ഈ സ്ക്രീനിൽ ഇവർ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണിക്കുമ്പോഴേ ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും വെളിയിൽ പോവുകയാണ്. അപ്പം കാണിക്കുമ്പോൾ എനിക്കതിൽ ഒരുപാട് ദൈവമേ എന്തെല്ലാം ആ വീട്ടിലൊരു 100 ദിവസം തരണം ചെയ്തിട്ടാണ് ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ എത്തി നിൽക്കുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അത് ഇത്രത്തോളം വരണമെങ്കിൽ. എത്ര പേരോട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ഒന്നിച്ചും പിന്നെ ചിലർ വന്ന് ഗ്യാങ് ചേർന്നും നമ്മളത് ആരാ ഇങ്ങനെയൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മളത് ഫസ്റ്റ് തൊട്ട് കാണുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒക്കെ ആക്രമിക്കുമ്പോഴും അവിടെ എല്ലാം പിടിച്ച് നിൽക്കുന്നതും പിന്നെ ഉണ്ട് വിഷമങ്ങളും ദേഷ്യങ്ങളും എല്ലാം വികാരങ്ങളെല്ലാം ഈ 100 ദിവസം കൊണ്ട് ഒരു മനുഷ്യന് എന്തൊക്കെയുണ്ട് അതെല്ലാം അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ മത്സരങ്ങളും ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് വരുന്ന പ്രശ്നങ്ങളും വഴക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളൊക്കെ എല്ലാം വീട്ടിലിരിക്കുന്ന അച്ഛനെയും ഇവരെ പറയുന്ന മാതിരി നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പരസ്പരം ആ ഉള്ളി എല്ലാവർക്കും കപ്പ് വേണമെന്നുള്ളതല്ലേ. അതിൻ്റെ കൂടെ എനിക്കിപ്പോൾ ജിൻഡോയുടെ കാര്യം അടുത്ത് പറയാനാണെങ്കിൽ ഈ ജിൻഡോയാണ് ചില സമയങ്ങളിൽ കണ്ണാടി പോയി നോക്കുമ്പോൾ ജിൻഡോയുടെ പ്രതിബിംബം കാണുന്നുണ്ട്. ജിൻഡോ ആണെങ്കിൽ ആ പ്രതിബിംബത്തോട് പറയുന്നുണ്ട്, നീ ശരിക്ക് കളിച്ചാൽ നീ കപ്പടിക്കും എന്നിങ്ങനെ ജിൻഡോയുടെ തന്നെ. സത്യത്തിൽ അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. സത്യത്തിൽ അങ്ങനെ ആവണം. അതാ ഒരു മനുഷ്യൻ്റെ വിജയം എന്നൊക്കെ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒരുപാട്. ബിഗ് ബോസിനെ കുറിച്ചിട്ട് അന്ന് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഓരോരുത്തർക്കും അവർക്ക് എന്താ തോന്നുക അതാ അതിൽ നിന്ന്. പക്ഷേ നമ്മൾക്കാണെങ്കിൽ ഇതിൽ നിന്ന് പഠിക്കാൻ കുറേ പാഠങ്ങളുണ്ട്.
നമ്മൾ വന്ന് ഒരു വീട് കഴിയുമ്പോൾ എങ്ങനെ പെരുമാറണം, പരസ്പരം എന്തൊക്കെ പ്രശ്നങ്ങൾ, അപ്പോൾ അതെല്ലാം അതിൽ നിന്ന് പഠിക്കാണ്ട് ലാസ്റ്റിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ കണ്ണ് നിറഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ, ജിൻഡോയുടെ കണ്ണ് നിറഞ്ഞു, ജിൻഡോ കണ്ണ് തുടയ്ക്കുന്നുണ്ട്. അത്ര പ്രതിസന്ധികളെ തരണം ചെയ്തല്ലേ വന്നിരിക്കുന്നത്. എനിക്ക് ഇത്ര മാത്രമല്ല, ഒരുപാടുണ്ട്. ഞാനൊന്നും ഇത്രയിലും ജിൻഡോയുടെ കാര്യത്തിൽ പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞ കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിലും ഉണ്ട് കേട്ടോ. ജിൻഡോ എന്ന് മാത്രമല്ല, ജിൻഡോയെ പ്രത്യേകിച്ച് നമുക്ക് ജിൻഡോ അമ്മയെ ഒരുപാട് എല്ലാവർക്കും അവനവൻ്റെ പെറ്റമ്മയെ സ്നേഹമുള്ളവർ തന്നെയാണ്, അതിന് ഒന്നും സംശയമില്ല. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്മയെക്കുറിച്ച്, നമ്മുടെ അമ്മയുടെ സ്നേഹം, നമ്മുടെ അമ്മയുടെ കഷ്ടപ്പാട്, അവിടെ അമ്മ നമ്മളെ എത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തിയെന്നൊക്കെ ഈ ഒരു ഇടത്ത് നമുക്ക് അമ്മയെ ഒന്ന് ഓർക്കാനോ അമ്മയെക്കുറിച്ച് നല്ല വാക്ക് പറയാനോ ഒരു അവസരം കിട്ടുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷേ ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ലോകം മൊത്തം കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജിൻഡോ അവിടെ അമ്മയെ സ്നേഹിക്കുന്നതും അമ്മയെക്കുറിച്ച് ജിൻഡോ പറയുന്ന അമ്മയെ പ്രശംസിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അതാണ് ജിൻഡോയെ നമ്മൾക്ക് കൂടുതൽ പ്രേക്ഷകർക്കും എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ് ജിൻഡോയെ ഇഷ്ടപ്പെടാൻ കാരണമായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പെട്ട ഒട്ടുമുക്കാലും മനുഷ്യരെല്ലാവരും വളരെ ചുരുക്കം പേരൊക്കെ സ്വർണ്ണക്കരണ്ടി ജനിച്ചപ്പോഴേ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരുപാട് പേരും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിലൊക്കെ കൂടെ തന്നെ ജീവിതത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെടുന്ന ജിൻഡോ അത്രത്തോളം കഷ്ടപ്പെട്ടു എന്നൊന്നും പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് അതിൽ വലിയ ഇതായിട്ടൊന്നും പക്ഷെ തോന്നിയില്ല. പക്ഷേ അമ്മയെക്കുറിച്ചൊക്കെ ജിൻഡോയ്ക്ക് അമ്മയോടുള്ള സ്നേഹം അത് അങ്ങനെ പറയുന്ന ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും വിഷമങ്ങൾ വരുമ്പോഴും അമ്മയെ ഓർക്കുന്നതും അമ്മയോട് ഓരോ കാര്യങ്ങൾ പറയുന്നതും ഇതൊക്കെ കാണുമ്പോഴും ഇവരെന്നെ മണ്ടനെന്ന് ജിൻഡോയെ പറയുമ്പോഴും അമ്മ വിഷമിക്കരുത്, അമ്മയുടെ മോൻ മണ്ടനല്ലെന്നൊക്കെ അമ്മയോട് പറയുന്ന മാതിരിയുമൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സംബോധന ചെയ്തിട്ടുണ്ട്. ആദ്യ സമയങ്ങളിലും ഒരു ബിഗ് ബോസിൻ്റെ ഒരു പാതി സമയങ്ങളിലൊക്കെ വരെ ഒരു 100 ദിവസത്തിലൊരു പാതി വരെയൊക്കെ. പക്ഷെ സത്യത്തിൽ വന്നിട്ട് ഈ ജിൻഡോ ഫസ്റ്റ് അടിച്ചില്ലായിരുന്നെങ്കിൽ അത് ജിൻഡോയുടെ സത്യത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ഇതെന്ന് തന്നെ പറയേണ്ടി വരും ഈ ബിഗ് ബോസ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജിൻഡോയുടെ കാര്യം കഴിഞ്ഞു. ഇനി വന്നിട്ട് വീഡിയോയ്ക്ക് ലെങ്ത് അടുത്ത അർജുനുണ്ട്, അടുത്ത ട്രോഫി വാങ്ങിക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇത് വന്നിട്ട് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമെന്നുള്ളതുകൊണ്ട് ഇപ്പം ഇത് നിർത്തുവാണ്. ഓക്കെ.